Good morning to all. Good Good morning. morning, ma'am. Good morning, ma'am. Good morning. Start ചെയ്യാം. Start with prayer. മാം പ്രയർ ഞാനാണ്. ഇത് പ്രയർ അല്ല, ഒരു പാട്ടോട് ഇതിന്റെ ഭർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ആണ്. Okay. മഴ പെയ്തു പുലരി പോൽ നനവാർന്ന മനസ്സുമായി പിരിയാത്ത ഇണകളായി നാം രണ്ടുപേർ. മിഴിയൊന്നു നിറയുമ്പോൾ കൈകോർത്തിരിക്കുവാൻ നീ എന്റെ ചാരത്ത് തന്നെ വേണം. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ ഓൾ. Okay. ഞാൻ പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു കേട്ടോ. Okay. ഇടയത്തെ ഒരു വരി കേട്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. അപ്പൊ അതോടെ 4 വരി പെട്ടെന്ന് കിട്ടിയപ്പോ ഞാൻ പാടിയതാണ്. Okay. Then Thought of the day. Overthinking does nothing but kill your happiness. അമിത ചിന്ത നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുകയല്ലാതെ ഒന്നും ചെയ്യുകയില്ല. താങ്ക് യു മാം. Signing Vismaya. English helps us express our thoughts clearly and confidently. Today, we warmly welcome Ashwati ma'am and all friends to this English class. We hope this session will be interesting, enjoyable, and full of learning. Welcome, everyone. okay. Good morning to all once again. എന്തായിരുന്നു ഇത്? ജിഷ മിസ് അല്ലേ? ഇംഗ്ലീഷ് മിസ് ആണെന്ന് പറഞ്ഞ് കുറച്ചുപേരൊക്കെ എവിടേക്കോ പോകുന്നുണ്ട്. എന്താണ്? ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. ഹോംവർക്ക് ചെയ്തില്ല. എന്താണ്? ഓക്കെ. സ്കൂൾ ടൈം ഓർമ്മ വരുന്നുണ്ടോ? അയ്യോ, ടീച്ചർ വന്നോ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ആ ഒരു ടെൻഷനാണ് ഇപ്പൊ എല്ലാവർക്കും. കൊള്ളാട്ടോ. അതിനോട് റീജിയുടെ ഡയലോഗ് കൊള്ളാട്ടോ. അതെനിക്ക് ഇഷ്ടമായി. മിസ്സിന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല ശരിക്കും ക്ലാസ്സിലൊക്കെ ശരിയാട്ടോ. കഴിഞ്ഞ മാസത്തെ കണക്ക് ഞാൻ നോക്കിയപ്പോ നിങ്ങളുടെ ബാച്ചില് എത്ര ക്ലാസ് ആണ്? ഒരുപാട് ക്ലാസ് എഴുതുന്നുണ്ട്. അതെ, സ്നേഹം കൊണ്ടാ. ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ. ഓക്കെ. അപ്പൊ മിസ്സിനെ കണ്ടപ്പോ എന്തോ കേട്ടില്ല. കഴിഞ്ഞ 3-4 ക്ലാസ് ഉണ്ട് ഞാൻ കേൾക്കാത്ത. റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് വരാണ്ട്. അപ്പൊ മിസ്സിനെ പെട്ടെന്ന് പിന്നെയും കണ്ടപ്പോ ഞെട്ടിപ്പോയി. മിസ്സിന്റെ ക്ലാസ്സിൽ ഒരുപാട് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാന് എന്റെ ആയുസ് കൂടുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ഓരോ ടീച്ചേഴ്സ് വരുമ്പോ ഓരോരുത്തർ ഇങ്ങനെയാ പറയുന്നത് തോന്നുന്നു. ഞാൻ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാൻ കേട്ടോ, അറിയാലോ. അപ്പൊ അയ്യോ, ജിഷ മിസ് അല്ല. ആണോ ജിഷ മിസ്സിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ? കുറെ നാളായി ക്ലാസ്സിൽ വന്നിട്ട്. മിസ് ടൂറ് പോയിരിക്കല്ലേ അല്ലേ? ഔട്ട് ഓഫ് സ്റ്റേഷൻ അല്ലേ? സ്റ്റേഷൻ ആയിരുന്നു. പക്ഷേ വന്നു ആൾക്കാർ എടുത്ത് ഓക്കെ എല്ലാ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. മിസ് ഞങ്ങളുടെ കൂടെ ഓഫീസിലല്ല കേട്ടോ. ജിഷ മിസ് വീട്ടിലിരുന്ന ക്ലാസ്സിൽ തന്നെ, ഓഫീസിലല്ല. ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ മീറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്. ഒരുമിച്ചാണെങ്കിലും കോൺവെക്കേഷന് മാത്രമേ ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ അയ്യോ, അങ്ങനെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലെന്നല്ല, ഇതിന് ബോണ്ടിങ് ഉണ്ട് കേട്ടോ, അതിനാന്നല്ല. പക്ഷെ ഓഫീസിലല്ല. ഓക്കെ. പിന്നെന്താണ്? ഇംഗ്ലീഷ് ടീച്ചർ വന്നതുകൊണ്ട് എന്താ കുഴപ്പം? എനിക്ക് അറിയണം. എനിക്കിപ്പോ അറിയണം. ഹോംവർക്ക് ചെയ്തില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. കാണിക്കുന്നു.
ഓക്കെ, സത്യത്തില് ഈ ഹോംവർക്ക് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളെ പറയുമ്പോൾ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. എന്തായിരുന്നു ഹോംവർക്ക്? 12 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ആഡ്വർബ്, ക്ലോസ്, അഡ്ജക്റ്റീവ്, ഫ്രേസ് അതെല്ലാം നമ്മൾ ചൂസ് ചെയ്യണമായിരുന്നു. ഇനി ഇത് മുതലെടുക്കരുത് കേട്ടോ. മിസ്സിന് മറവിയുണ്ട് എന്നൊന്നും പറയണ്ട, അങ്ങനെ ആരും ചിന്തിക്കരുത്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല, അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്ന മറക്കും. അത് സ്വാഭാവികമാണ്, കാരണം ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. എച്ച് ആണെങ്കിലും എം ടി ആണെങ്കിലും എടുക്കുന്നുണ്ട്. അത്രയും മെമ്മറി പവർ ഒന്നും എനിക്കില്ല. ഒരു ക്ലാസ് കഴിഞ്ഞു എന്നിട്ട് പെട്ടെന്ന് ഓർക്കാനുള്ള മെമ്മറി പവർ ഒന്നും എനിക്കില്ല. നോട്ട് ചെയ്ത് വെക്കും, അതുകൊണ്ട് ചിലതൊക്കെ മറന്നും പോകും. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വർബ് ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇതിലുണ്ടോ? നമ്മൾ കുറച്ചുകൂടെ എക്സാംസ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം കുറച്ച് എക്സാംസ് തന്നപോലെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ എങ്ങനെ ചോദിക്കുക, അതിന് ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെന്നില്ലല്ലോ. ചെയ്താലല്ലേ മിസ്സേ ഡൗട്ട്സ് ഉള്ളൂ. ഇല്ല മിസ്സേ. അത് സത്യം. അനുസരിച്ച് ഇതിലെങ്കിലും റേഞ്ച് മാം കുഴപ്പമില്ല, ചെയ്യാം. ചെയ്യാം. ഇനി ഇത്രയും നമ്മൾ പഠിച്ചു അല്ലെ? അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആവശ്യത്തിന് വരും. ശരിയാ, റേഞ്ചിലാണ് കേട്ടോ. അതിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും. ഓക്കെ, ഞാൻ പറഞ്ഞെന്താ, അതായത് നമ്മൾ ഇത്രയും ഇംഗ്ലീഷ് പഠിച്ചല്ലോ. അഡ്ജക്റ്റീവ് വരെ നമ്മൾ ആഡ്വർബ് വരെയും പഠിച്ചു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ആസ് എൻ ഇംഗ്ലീഷ് ക്ലാസ്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എനി ഫീഡ്ബാക്ക് or you can tell me negatives or positives, anything, to be honest. Okay, clear in English? അതായത് എന്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്ന ഒരു പേഴ്സൺ അല്ല, ആസ് എ പേഴ്സൺ അല്ല ഞാൻ ചോദിക്കുന്നത് കേട്ടോ. വ്യക്തിത്വമല്ല ഞാൻ പറയുന്നത്. എന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ പോർഷൻസ് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ക്ലാസ് എങ്ങനെയാണ്? നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? ഒപ്പീനിയൻ ഉണ്ടോ? അല്ലെങ്കിൽ മിസ് അങ്ങനെ വേണ്ട, എങ്ങനെയാണ്, അല്ലെങ്കിൽ മിസ് അതൊക്കെ ചെയ്യരുത്, നെഗറ്റീവ്സ് ആയിക്കോട്ടെ, പോസിറ്റീവ്സ് ആയിക്കോട്ടെ, എനിത്തിങ് യു ക്യാൻ ടെൽ മീ. ഓക്കെ, ഷെയർ ചെയ്യാം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിലൂടെ പറയണം, പറ്റുമോ? ഇല്ലാന്ന് പറഞ്ഞു. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. വെരി ഗുഡ്. ആദ്യം കുറച്ച് ഇംഗ്ലീഷ് പറയാം, എന്നിട്ട് മലയാളത്തിൽ പറയാം. ഓക്കെ, ഓക്കെ ആണല്ലോ? ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ? അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, പഠിത്തരാണെങ്കിലും പറയൂ, എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആരെ കുറിച്ചാ പറയുന്നേ? സോറി, ആരാ ഫസ്റ്റ് പറയുന്നേ? ഫസ്റ്റ് 2 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ സമയം തരുമോ? തന്നിരിക്കുന്നു, പക്ഷെ എല്ലാം പറയണം കേട്ടോ. അയ്യോ മിസ്സിന് അങ്ങനെ പറഞ്ഞ വിഷമാകോ, അങ്ങനെ ഒരു ചിന്ത വേണ്ട. എനിക്കിങ്ങനെ വിഷമം ഉണ്ടാവും. വിഷമമായാലും നിങ്ങൾ കാണിക്കില്ല. ഓക്കെ, അപ്പൊ പറയണേ, പറയൂ. ഓക്കെ, പ്രിപ്പറേഷൻ ആരെ കുറിച്ചാ പറയണ്ടേ? ആരെ കുറിച്ചാ പറയണ്ടേ? അത് പറഞ്ഞു. എന്നെ കുറിച്ചോ? എന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയും. എന്നെ കുറിച്ച്, എന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയണം. നല്ലത് മാത്രം പറയരുത്, മോശമൊക്കെ പറയാം. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ. പോസിറ്റീവ്സ് മാത്രമുള്ളവരാരും അല്ല, അല്ലെ? നെഗറ്റീവ്സ് ഉണ്ടാവും. അതുകൊണ്ട് അവിടെ യു ക്യാൻ ഷെയർ ദ നെഗറ്റീവ്സ്. ഓക്കെ, പക്ഷെ ഞാൻ ഇംഗ്ലീഷ് പറയേണ്ടതുകൊണ്ട് മാത്രം പറയുന്ന കേട്ടോ. പക്ഷെ മിസ് അത് കറക്റ്റാന്ന് വിചാരിക്കരുത്. അതെനിക്ക് ഇഷ്ടമായി. English class is very boring. മാം ക്യാമറ ഓഫ് ആക്കല്, മാമിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണാനാ.
I speak English little damage. Anyway, English my favorite language, but എന്താ പറയാ, I speaking problems. I am correctly other times. Okay, thank you, ma'am. എന്തൊക്കെയോ പറഞ്ഞു. ഫസ്റ്റ് ഡയലോഗ് എനിക്ക് മിസ് എന്ത് വേണേലും പറഞ്ഞു. നല്ല ക്ലാസ് മിസ്സിന്റെ, ബ്യൂട്ടിഫുൾ ക്ലാസ് മിസ്. നോ പ്രോബ്ലം, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇനി മലയാളത്തിൽ പറയൂ. ഇനി സജഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ റീജോ, ഒന്ന് ആലോചിച്ചു നോക്കേ. ഇല്ല, മിസ്സിന്റെ ക്ലാസ് ഞാൻ മലയാളത്തിൽ എത്ര സമയം വേണമെങ്കിലും, ഒരു കോള് വരുന്നുണ്ട് മിസ്. ഓക്കെ, മലയാളത്തിൽ എത്ര സമയം വേണമെങ്കിലും ഞാൻ സംസാരിക്കും മിസ്. മിസ്സിന്റെ ക്ലാസ് വളരെ മനോഹര കേൾക്കാന്. പിന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത്ര ഇംഗ്ലീഷ് ഒന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇപ്പൊ മിസ്സിന്റെ ക്ലാസ്സിലൂടെ ഞാനിങ്ങനെ ഇംഗ്ലീഷ് എന്താന്ന് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ലാണ്ട് ഇംഗ്ലീഷ് എന്ന് പറയാൻ മൈൻഡ് ചെയ്യാത്തൊരു ഇതാ. പക്ഷെ മിസ്സിന്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റം എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഇപ്പൊ ഇംഗ്ലീഷിൽ എനിക്ക് പേടി കൂടാണ്ട് സംസാരിക്കാനും പറ്റുന്നുണ്ട്, ചെറിയ ചെറിയ വേർഡ്സ് ആണെങ്കിൽ പോലും. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയോ ഞാൻ പറയുന്ന തെറ്റാണോ എന്നുള്ള എനിക്കൊരു, ഇപ്പൊ ആ തെറ്റാണോ എന്നുള്ള ഇതൊന്നുമില്ല, അങ്ങ് പറയലെന്നെ. വീട്ടിൽ നിന്ന് കുട്ടികളോടെല്ലാം ഞാൻ പറയും, നിങ്ങൾ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം. അന്നേരം അവര് പറയും അയ്യോ വേണ്ട. അങ്ങനെയൊക്കെയാ. താങ്ക് യു മിസ്. കോൺഫിഡന്റ് ആയ, അതാണ് സത്യം. അത് ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെയോ എന്റെ ക്ലാസ്സിന്റെയോ അല്ല, റീജു കോൺഫിഡന്റ് ആണ്. എന്ത് പൊട്ടത്തെറ്റും പറയാനൊരു തന്റെ ഇടം വന്നു, അത്രയേ ഉള്ളൂ, ഒരു ധൈര്യം വന്നു. ആ മിസ്, ഒരു ധൈര്യം വന്നു. ആരെ വേണമെങ്കിലും കൊല്ലാന്നുള്ളൊരു ധൈര്യം കിട്ടി. ഓക്കെ, ഓക്കെ റീജു. Then who's next? എല്ലാവരും പറയണം കേട്ടോ, നല്ലത് മാത്രം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല ഞാൻ. അതുകൊണ്ട് പറയൂ എല്ലാവരും. മിസ്സേ, ഞാൻ പറയാം. ഗ്രാമർ മിസ്റ്റേക്ക് പൊട്ടത്തെറ്റൊക്കെ ആയിരിക്കും, എന്തായാലും പറയാം. When we first attend the class of English, we feel sad and boring about English. We all say, "Oh, English! Today is English." Then after continuously we are attending the class, we feel very interesting. Your class are very interesting, inspirative, and more understanding. But the lessons are grammar, so we feel boring. But the lessons are poem and story, like anything. I think the class is very beautiful. But we do the portions are grammar. Your class is very interesting and inspirating. ഇത്രേ ഉള്ളൂ മിസ്, ഇത്രേ തൽക്കാലം ഉള്ളൂ. മലയാളത്തിൽ പറയാനാണ് ഞാൻ പറഞ്ഞത് മിസ്സേ. മിസ്സിന്റെ ക്ലാസ് ഗ്രാമർ ആയതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ബോറിംഗ് ആയിട്ട് തോന്നുന്നത്. അതേസമയം പോയമോ സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ പൊളിച്ചേരെ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഭാഗ്യമില്ല, ഗ്രാമർ ആയിപ്പോയി. പക്ഷേ മിസ്സിന്റെ ക്ലാസ്സസ് ഗ്രാമറൊക്കെ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഹിന്ദിയാണ്. ഹിന്ദിയിലും ഗ്രാമർ എനിക്ക് പാടാണ്. ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഞാൻ സംസാരിക്കാൻ പഠിച്ചത് 10th വഹീദ എന്ന് പറഞ്ഞ ടീച്ചർ സിമ്പിൾ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുക. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചു, ബാക്കി ഒക്കെ പഠിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. മാമിന്റെ ക്ലാസ്സിൽ നമ്മളിപ്പോ വളരെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്കാരും മാം നിങ്ങളെ കൊണ്ട് പറ്റും, ഇങ്ങനെ ഇൻസ്പിറേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് വളരെയധികം സന്തോഷമാണ്, നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് മിസ്സിന്റെ ക്ലാസ് ഒരുപാട് അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എല്ലാം ഒരുവിധമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഗ്രാമർ ആയതിന്റെ കുഴപ്പമുണ്ട് മിസ്, അല്ലാതെ ഒരു കുഴപ്പമില്ല. ഗ്രാമർ വേണം, ഗ്രാമർ പഠിക്കും. നിങ്ങള് കോഴ്സ് അല്ല, അത്യാവശ്യം കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇതായിരുന്നു ഗ്രാമർ എന്ന് എന്നോട് ചോദിപ്പിക്കുകയാണ് ഞാൻ. ഇത്രയേ ഉള്ളൂ, അത്രയും ഈസിയാണ്, അത്ര ഈസിയാണ് പഠിക്കാൻ നമുക്ക്. ഓക്കെ, പിന്നെ ഇപ്പോ പഠിക്കുന്നെല്ലാം നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ആവശ്യമാണെന്ന് ചോദിച്ചാൽ ആവശ്യമല്ല. അത്ര എനിക്ക് പറയാൻ പറ്റും. ഡയറക്റ്റായിട്ട് പറയാം, ഇത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമൊന്നും അല്ല ഇത് പഠിക്കുന്നത്.
എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയതൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കും. ഓക്കെ, സോ താങ്ക് യു എൻസി. Then, yeah. Okay, I will share. Good morning, ma'am. My opinion about your class is very good. When I first attended your class, I felt you are very strict, but now I feel very comfortable. Now I am very confident about my English and your class also. So much eager to learn it now. When I observed your class, you will teach only the points, not the value only the points what we should learn. Not so much confused about your class. Other than the subject study, I felt your class is very generally motivational and inspirational class. Now 1 hour will easily go off. You enjoy your class and teaching. I felt like that. So that enjoy that will reflect us on us also. So we will happy and enjoy to attend your class. So when I observe this 1 hour, I think my face is always will be smiling face, not very sad or means like that. Always will be smiling face when if I observe this 1 hour. So thank you so much. Okay. ഇതേപോലെ ഒരു ഒപ്പീനിയൻ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാം അങ്ങനെയാണ്. പക്ഷെ മിസ്സിന്റെ മോട്ടിവേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടാ. സൂപ്പർ. മോട്ടിവേഷൻ ആണെന്ന് വെച്ചാൽ മോട്ടിവേഷൻ ആണോ? അല്ല, ഞാൻ ചുമ്മാ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു, ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവാണെങ്കിൽ ഉറപ്പായിട്ടും But ഇൻസ്പയറിംഗ് ക്ലാസ്സസ് you enjoy your teaching. So മാഡത്തിനെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഭയങ്കര എൻജോയ് ആയിട്ടാണ് ചെയ്യുന്നത്. മീൻസ് ഭയങ്കര എന്താ പറയാ, ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് അത് ഞങ്ങൾക്ക് അത് ടേക്ക് ചെയ്യാൻ പറ്റുന്നത്. മീൻസ് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു കടമയായിട്ട് മാത്രമല്ല, മീൻസ് അതെന്റെ അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്. മീൻസ് ഒരു ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന പോലെ എൻജോയ് ചെയ്താണ് മാം പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ടീച്ചിങ്, അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പൈസക്ക് മീൻസ് സാലറി ബേസ് അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല, അതിനേക്കാളും കൂടുതൽ പഠിപ്പിക്കുന്നതിൽ മാം ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു എൻജോയും കണ്ടെത്തുന്നുണ്ട്. ആ 1 hour ഇപ്പൊ ഞങ്ങൾ പഠിപ്പിക്കുന്ന 1 hour ഞങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല. അതുമാതിരി മാഡത്തിനും ആ പഠിപ്പിക്കുന്നത് പൂർണ്ണമായിട്ട് അതിൽ ഡെഡിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. മീൻസ് കുട്ടികളെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്, ടീച്ചിങ് പ്രൊഫഷൻ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഞങ്ങൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാം, ഞങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിലേക്ക് അത് റീച്ച് ആവുന്നുണ്ട്. അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്, റീച്ച് ആവുന്നുണ്ട്. എനിക്ക് അങ്ങനെ, എന്റെ ഒപ്പീനിയൻ അങ്ങനെയാട്ടോ. കുറച്ച് വാല്യബിൾ ആണ്, വാല്യബിൾ ഒപ്പീനിയൻ ആട്ടോ. ശരിക്കും ചിലപ്പോ ആയിരിക്കും കേട്ടോ. എനിക്ക് ക്ലാസ്സിൽ ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ മൂഡ് ഓഫ് ആയിട്ടാണ് എന്റെ ക്ലാസ്സിൽ വരുന്നതെങ്കിൽ എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ മൂഡ് ഓൺ ആകുമെന്ന് പറയും, അല്ലെ? ആ മൂഡ് ഓഫ് ഒക്കെ മാറി ഒന്ന് സെറ്റ് ആകുന്നു. അതുപോലെയാണ് ഞാൻ ചില സമയങ്ങളിൽ നമ്മൾ മൂഡ് ഓഫ് പഠിപ്പിക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങളുടെ ചിലപ്പോ ആ ഒരു ടോക്കിംഗ് ആണ് എനിക്ക് എന്റെ മൂഡ് ഒന്ന് മാറാറുണ്ട്. അങ്ങനെയും ആകാം. പിന്നെ ഇമാജിക് ആണല്ലോ, എന്ത് കൊടുക്കുന്നോ അതായിരിക്കും റിട്ടേൺ കിട്ടാം, അല്ലെ? അതെ, സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും എന്ത് കൊടുക്കുന്നോ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതും ആയിരിക്കാം മേ ബി. പിന്നെ എനിക്ക് റേജു പറഞ്ഞത് ഭയങ്കര ലിൻഷി പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡയലോഗ്, നിങ്ങൾ എല്ലാവരും ചിരിച്ചിരിക്കുകയാണോ? സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾ ചിരിച്ചിരിക്കാന്ന് പറയുമ്പോ. ആണോ? കറക്റ്റ്. മുഖത്തൊന്നും ചിരി ക്ലാസ് കഴിഞ്ഞാലേ കട്ടാക്കലുള്ളൂ. ഞാൻ നിങ്ങൾ കാണുന്നില്ലല്ലോ. ഞാനും ചിരിച്ചിരിക്കുകയായിരിക്കില്ലേ? അല്ല, ഞാൻ സീരിയസ് അല്ല കേട്ടോ. പിന്നെ പഠിപ്പിക്കുന്ന രീതി പറയുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ഭയങ്കര ടഫായെന്ന് വിചാരിച്ച ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. ആ സബ്ജക്റ്റ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആലോചിച്ചു, എനിക്ക് എത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ, ഇത് ലെൻഷി പറഞ്ഞ പോലെ ജസ്റ്റ് ഇതൊരു കടമ അല്ല, ആ രീതിയിലല്ല തന്നെ. ശരിയാണത് പറഞ്ഞു. ഞാൻ ആ രീതിയിലല്ല ആർക്കും ക്ലാസ് എടുക്കുന്നത്.
എനിക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ട് പറഞ്ഞു പോയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാകാതിരിക്കി അതിന്റെ വിഷയമായിരിക്കില്ല. അതാണ് കടമ. പഠിപ്പിക്കൽ മാത്രം. ഞാൻ അങ്ങനെയല്ല. എനിക്ക് കാരണം ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും എത്രത്തോളം ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നതിൽ എനിക്ക് അറിയാം. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഇംഗ്ലീഷ് പഠിക്കണം, ഗ്രാമർ പഠിക്കണം, ഗ്രാമർ അത്രയും ടഫ് ആണല്ലോ, എങ്ങനെയാ പഠിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോ ഞാൻ ടീച്ചറായി വന്നപ്പോ എനിക്ക് ടീച്ചർ ആകാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ഇംഗ്ലീഷ് ടീച്ചർ ആകണമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് എനിക്ക് ഇത്രയും ടഫായ ഒരു സബ്ജക്ട്. പക്ഷെ അതൊരു ചാലഞ്ചായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണ്. അങ്ങനെ പഠിപ്പിക്കാൻ വന്നതാണ്. സോ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവരും പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് ഗ്രാമർ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. കാരണം അത് ഒട്ടും ബോറടിക്കാതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പഠിക്കണം എന്നതാണ് എന്റെ ഒരു ആഗ്രഹം. ആ രീതിയൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ അതുകൊണ്ട് ഇത് കടമയായിട്ട് കാണുന്നതല്ല, അത് സത്യമാണ്. ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹത്തോടു കൂടി വന്ന എത്ര സ്റ്റുഡൻസ് ആണോ അവരെ കൊണ്ടെല്ലാം ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. പറയിപ്പിക്കുന്നു ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പറയിപ്പിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗ്രാമർ ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. അത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ക്ലാസ്സിൽ പോകുമ്പോ ഗ്രാമർ പഠിച്ചില്ല എന്ന് ആരും പറഞ്ഞു പോകരുത്. അത് എനിക്ക് ഭയങ്കര ഭാഷയാണ്. അതുകൊണ്ട് എനിക്ക് കടമയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതാണ്. ഞാൻ എന്റെ മെത്തേഡ് ഫോളോ ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ എത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതാണ് ഞാൻ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സോ അത് ലഞ്ചി പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഞാൻ എന്റെ കാര്യങ്ങൾ റിയലൈസ് ചെയ്തേട്ടോ. സത്യം പറയാം, ഞാൻ ഇന്ന് ആലോചിച്ചു, ശരിയാണ് അങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആലോചിച്ചു. ഓക്കെ, സോ കുറെ ചിന്തിപ്പിച്ചു ലഞ്ചി എന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആര്? ഞാൻ പറയട്ടെ മാം. ഡിറ്റി. ഞാൻ പറയട്ടെ. Yeah. Okay. Good morning, ma'am. First of all, I thank to Ashwati ma'am because I know English little, but in the depth of English, I don't know anything about it, especially grammar. Nowadays, I attended your class. I know few things about the grammar, and I think your class is very motivational and attractive. Thank you for our tutor, ma'am. And I enjoy your teaching and I am comfortable in this class. Thank you, ma'am. മാം, ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മാമിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആ ഒരു നിമിഷം എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ സമയം, വാല്യൂ ഓഫ് ടൈം, അതാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയതാ. നമുക്ക് ഇനി നമ്മുടെ സമയം ഒന്നിനു വേണ്ടി കളയാനുള്ളതല്ല, വേറെ ആർക്കും വേണ്ടി കളയാനുള്ളതല്ല. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് എവിടെങ്കിലും എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. മാമിന്റെ ആ ഒരു ഫസ്റ്റ് 2-3 ക്ലാസ് കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം അതുമാണ്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എവിടെ ചെന്നാലും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും ജീവിക്കാൻ പറ്റുമെന്ന്, വേറൊരു സ്റ്റേറ്റിൽ ചെന്നാലോ അല്ലെ വേറൊരു രാജ്യത്തിൽ ചെന്നാലും ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്താന്ന് വെച്ചാല് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ബാംഗ്ലൂരായിരുന്നു ഫസ്റ്റ് ബാംഗ്ലൂരിൽ നിന്നപ്പോ അവിടെ എന്റെ കുഞ്ഞിനെ അവിടെ പ്ലേ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോ അവിടെ ടീച്ചിങ്ങിന് അവിടെ ഒഴിവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ടീച്ചിങ് കോഴ്സിന് കയറി. അപ്പൊ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ കന്നഡ കുറച്ച് അറിയായിരുന്നു. എന്നാൽ പോലും ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഈ വലിയ ആൾക്കാരൊക്കെ വരുമ്പോ അവിടെ ഒരു ഞാൻ എന്റെ അനുഭവം ഷെയർ ചെയ്യണമെന്ന്. അപ്പം അവിടെ ഒരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡം ഈ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, മാനേജറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മാം ആയിരുന്നു. ഈ മാം എപ്പോഴും മെന്റലി അങ്ങ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുമായിരുന്നു ഇംഗ്ലീഷ് വെച്ച്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇംഗ്ലീഷ് പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയങ്കര വേറെ ഷിവറിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ മാമിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യുമായിരുന്നു 6 മാസം കഴിഞ്ഞപ്പോ. അവിടുത്തെ ആ മെന്റലി ടോർച്ചറിങ് കാരണം. അത് ഇംഗ്ലീഷ് എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതാ മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് ഒത്തിരി എന്ന് വെച്ചാൽ എനിക്ക് അഡ്ജക്റ്റീവ് എന്തുവാ നൗൺ എന്തുവാ എല്ലാം അറിയാം, പക്ഷെ എന്തുവാ അല്ലെ അതിന്റെ ഡീപ്പിലോട്ട് പോകാൻ എന്തുവാന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച്
ഇപ്പൊ നൗൺ എന്തുവാ അല്ലെ പ്രൊനൗൺ എന്തുവാ അഡ്ജക്റ്റീവ് എന്തുവാ അങ്ങനെയൊക്കെ ഇപ്പൊ നമുക്കറിയാം. അങ്ങനെ ചേരുമ്പോഴാ ഇങ്ങനെ ആവുന്നേ എന്നൊരു കാര്യങ്ങൾ അറിയാം. നമ്മൾ ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ മാമിന്റെ ഇപ്പം ഒരു 3-4 മാസം കൊണ്ട് നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അത് മാമിന്റെ കഴിവ് മാത്രമാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു. എല്ലാം നിന്റെ കഴിവെന്ന് പറയരുത്. നിനക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പഠിപ്പിക്കാൻ മാത്രമല്ല, നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്, ക്യാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ കൂടെ കഴിവാണ്. ഓക്കെ. പിന്നെന്താ, ഇംഗ്ലീഷ് ആരും പേടിക്കരുത് കേട്ടോ. നിർബന്ധമാണ്, ആരും പേടിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നു, എല്ലാം പറ്റുന്നേ. നമ്മൾ വിചാരിച്ചാൽ നടക്കാതെ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കണം. നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അല്ലെ? നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ്, നമുക്ക് എവിടെ നിൽക്കണമായിരുന്നു, അല്ലെ നമ്മൾ ഏത് പൊസിഷൻ ആഗ്രഹിച്ചത് എന്നുകൂടെ ആലോചിക്കണ്ടേ അല്ലെ? ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല, ഫുൾ ഫെയിലിയർ മാത്രമാണ്. പക്ഷെ ഇനി നേരെ നോക്കുക, സക്സസ് മാത്രം മുന്നോട്ട് കാണുക, മുന്നോട്ട് പോവുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. പറ്റും. ഒരു തോൽവി ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ജയമുണ്ട്. മിസ്റ്റേക്സിലൂടെ മാത്രമേ പഠിക്കൂ എല്ലാം അല്ലെ? എവരിബോൺ ലേൺസ് ഫ്രോം മിസ്റ്റേക്സ്. ഷുവർ ആണത്. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാൻ എന്റെ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല, മനസ്സിലായോ? എല്ലാം പഠിച്ചവരാണ്. ഓരോ ഡേ ബൈ ഡേ നമ്മൾ ലേൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫില് ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ, എല്ലാം ഒരു എന്താണ് ലെസൺ ആണെന്ന് പറയാം. ഓരോരുത്തരും ഒരു ലെസൺ ആണ്. നിങ്ങൾ എന്റെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ടീച്ചേഴ്സിൽ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആരും ആയിക്കോട്ടെ, ഏത് സ്ട്രേഞ്ചേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ അല്ലെ? ഓരോരുത്തർ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടും. അത് വേറെ ആരൊക്കെ സപ്പോർട്ട് ഉണ്ട്, ഞാൻ എന്റെ കൂടെ, ശരി, സംബന്ധിച്ചു കൂടെ ഉണ്ട്. പക്ഷേ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മള് എന്താ ഒരു കംഫർട്ട് സോണിൽ പുറത്തിറങ്ങാൻ തയ്യാറല്ലെങ്കിൽ പറയുന്ന സക്സസ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? മോട്ടിവേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. ആൻഡ് ലവ് യുവർ സെൽഫ്. ഓക്കെ, ബിലീവ് ഇൻ യുവർ സെൽഫ്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മളെ തന്നെ വിശ്വസിക്കണം. നമുക്ക് പറ്റും. ആരെന്ത് വിചാരിക്കുന്നു എന്നൊന്നും അല്ല കാര്യം. അവരെന്ത് വഴി വിചാരിച്ചോട്ടെ, അവരുടെ ചിന്താഗതിയോ ഒന്നും മാറ്റാനുള്ള നമ്മൾ ആളല്ല. അതിന്റെ ആവശ്യമില്ല, നമ്മുടെ സമയമില്ല. ആ നേരം കൊണ്ടും അവരെന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഒക്കെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ നോക്കുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? ഷോ അതിട്ട് അവരെന്ത് വിചാരിക്കും? അത് ഓർത്തേണ്ട. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ അവരെന്ത് വിചാരിക്കും? ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അവരെന്ത് ചിന്തിക്കും, ആരാണ് ഈ അവര് എന്ന് ആലോചിച്ചു. ആരല്ലേ അവര്? അവർ നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞവരാണോ? ഒരിക്കലും. ഓക്കെ, നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട, മുന്നോട്ട് പോവാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ്, പറയൂ. ഞാൻ പറയാം മാം. My favorite teacher is Ashwati ma'am. A teacher is our guide. Then ma'am explains lessons clearly. And ma'am loves all students for the class. And ma'am helps weak students. Then ma'am gives good advice. And ma'am is always punctual and inspire us. Then ma'am motivates us to study. And all students respect here. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് ഒക്കെ സൂപ്പറാണ്. മാമിന്റെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓരോരോ ഇംഗ്ലീഷ് ക്ലാസ് ഞങ്ങൾക്ക് കഴിയുന്നതോടുകൂടി ഞങ്ങൾ ആ സബ്ജക്ട് പഠിച്ചു. എന്റെ ഒരു പ്രോബ്ലം എന്ന് പറയണെങ്കിൽ ചിലപ്പോ അത് പഠിച്ചേ ഉണ്ടാവുള്ളൂ, പിന്നെ റിവൈസ് ചെയ്താൽ അത് കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്കത് പിന്നീട് ഇപ്പൊ നൗൺ ആയാലും പ്രൊനൗൺ ആണെങ്കിലും അഡ്ജക്റ്റീവ് അഡ്വർബ് ഒക്കെ അതൊന്ന് റിവൈസ് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന്റെ റിവേഴ്സിന്റെ ഒരു പ്രശ്നമുണ്ട്, അത് പഠിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് മാം അത് പഠിപ്പിച്ചിട്ട് തന്നെയാണ്, അത് ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞോട് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് തന്നെയാണ് മാം അത് ഞങ്ങളെ വിടുള്ളൂ. പിന്നെ മാം കുറെ അധികം കുട്ടികളെ കൊണ്ട് ക്ലാസ് ഒക്കെ എടുപ്പിച്ചു. അത് ഞങ്ങൾക്ക് എടുക്കാനുള്ള ഒരു എന്താ പറയാ പേടിയൊന്നും ഇല്ലാണ്ടായി. പിന്നെ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് താങ്ക് യു മാം.
അപ്പൊ നന്നായിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യാനൊക്കെ അത് പറ്റി. അപ്പൊ കൂടുതൽ പഠിക്കാനാണ് തോന്നുന്നത്. വേറെ കുട്ടികളുടെ അവർ പറയണ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അങ്ങനെ അത് പിന്നെ മാമിന്റെ എല്ലാ ക്ലാസ്സും അടിപൊളി. കാരണം ഒരു 1 hour ഞങ്ങൾക്ക് എന്താ പറയാ അറിയണില്ല. 1 hour എങ്ങനെ പോണെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. അപ്പൊ അതുപോലെ നല്ല ചിരിച്ച് നല്ല രീതിയിലാണ് മാം ക്ലാസ് എടുക്കുക. അപ്പൊ ഞങ്ങൾക്ക് അത് വളരെയധികം ഹാപ്പിയാണ്. ഇംഗ്ലീഷ് സബ്ജക്ട് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് എന്താ പറയാ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു കിട്ടാത്തൊരു സംഭവമാണ്. പക്ഷെ ഈ ഗ്രാമറൊക്കെ വളരെ ചെറിയ സെന്റൻസോടുകൂടി ആണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊക്കെ കാണിച്ച മാമിന് ഒത്തിരി താങ്ക് യു പറയുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മാം. Okay, Dipti. Then ഞാൻ പറയാം മാം. In English class, it's very interesting class time. But few classes I missed it. So that portions I confused. I heard the record class, but I go to class group, many classes in English, Ashwati ma'am. I listening one video, I have confused. I said to everyone, follow every classes in English. So English is very easy and interesting. അതായത് എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് ലൈവിൽ കേൾക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും. പിന്നെ 2-3 ക്ലാസ് മിസ്സായിട്ട് പിന്നെ ലൈവിൽ വരുമ്പോ ഒന്നും മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ആയിട്ട് ഉണ്ടാവുക. എനിക്ക് എന്റേതായ റീസൺസ് കൊണ്ട് കറക്റ്റ് എല്ലാ ക്ലാസ്സിലും നിൽക്കാൻ പറ്റൂല. പക്ഷെ 2 ദിവസം ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുമ്പോൾ നല്ല ഈസി ആയിരിക്കും. പിന്നെ കൺഫ്യൂഷൻസും അങ്ങനെയൊക്കെ എന്റെ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ മാം നല്ല അടിപൊളി ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ. okay. Then Kerala. This suggestions എന്തെങ്കിലും പറയാനുണ്ടോ? സജഷൻസ് ഒന്നുമില്ല മിസ്സേ. നമ്മള് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ മിസ് എക്സാമ്പിൾ തരുന്നുണ്ട്. പിന്നെ അമ്മ കൊണ്ട് പറഞ്ഞു തരുന്നു പറയുമ്പോൾ മിസ് പറഞ്ഞു തരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ സജഷൻ ആയിട്ട് എന്തെന്ന് പറയാം, മിസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു ആ രീതിയിലെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. സജഷൻ ആയിട്ട് എനിക്കൊന്നും പറയാനില്ല. Okay. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ പറയട്ടെ മാം. പിന്നെ പറയൂ. English class is very important for us. It helps improve our speaking, reading, writing, and listening skills. Our teacher explains the lesson clearly and encourage us to speak in English. The activities and exercise makes the class very interesting and enjoyable. And sometimes your motivation inspires feels like make me goosebumps. Thank you, ma'am. മാം എനിക്ക് പറഞ്ഞു, ഞാനിവിടെ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വെറുതെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിക്കും ഇംഗ്ലീഷിൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ. അപ്പൊ മോള് ചോദിക്കുന്നത് എന്താ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്ന വെച്ചപ്പോ ഞാൻ പറഞ്ഞു വെറുതെ നമുക്ക് അങ്ങനെ പഠിക്കാ പറഞ്ഞു. ഒരു ദിവസം ഞാൻ അവളെ എന്തോ കാര്യം ചീത്ത പറഞ്ഞപ്പോ അവളിനോട് പറഞ്ഞു 1 go mother പറഞ്ഞു. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല. അതിൽ പിന്നെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി വെച്ചു. എന്ത് വെച്ചു 1 go mother. അപ്പൊ ചീത്തൊക്കെ ഇംഗ്ലീഷിൽ ഒന്ന് പോ അമ്മ എന്നുള്ള മലയാളത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷിൽ പറഞ്ഞാണ്. അപ്പൊ ഞാൻ കുട്ടിയൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നപ്പോ അവൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ഓൾ ചെറുതായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പൊ അവൾ ചെറിയ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ്. അപ്പൊ ശരി തന്നെയാണ് ഞാൻ അവളോട് പറയും. പിന്നെ മാം ക്ലാസ് എടുക്കുമ്പോ തന്നെ ഇപ്പൊ മാം ഞങ്ങൾക്ക് ആക്ടിവിറ്റി തന്നിരുന്ന ക്ലാസ് എടുക്കാനൊക്കെ. അപ്പൊ അതില് മാം പറഞ്ഞു ധൃതി പിടിച്ച് ആരും എടുത്തു പോകണ്ട, കാരണം പഠിച്ച് മനസ്സിലായിട്ട് പോയാൽ മതി. കാരണം ഇപ്പൊ നമ്മൾ പൊതുവെ സ്കൂളിലാണെങ്കിലൊക്കെ എന്താ പറയുക ഈ ടീച്ചേഴ്സ് ഒക്കെ വേഗം ചാപ്റ്റർ തീർക്കാൻ വേണ്ടി ഓടിപ്പോവും. കാരണം നമുക്കത് ഒക്ടോബർ ആകുമ്പോൾ ക്ലാസ് കഴിയണം. പക്ഷെ മാഡത്തിന് ആ ഒരു ടെൻഷൻ അല്ല, സാവകാശം എല്ലാവരും പഠിച്ചിട്ട് പോയാൽ മതി. അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പോണത് പഠിച്ച് എല്ലാവരും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് സബ്ജക്ട് പോണത്. അതുകൊണ്ട് സജഷൻസ് പ്രത്യേകിച്ച് പറയാലോ മാം. ഇതേപോലെ തന്നെ ചിരിച്ച് ഹാപ്പിയായി എല്ലാവരും സ്നേഹത്തോടെ പഠിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു മാം. Okay. Then anyone else? മാം ഞാൻ പറയാം. കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവേ. First English class was very informative and interesting, and teacher explained the topic clearly, making them easy to understand.
section improve our confidence and using English overall. It was very useful class. പിന്നെ പറയുകയാണെങ്കിൽ ടീച്ചറിന്റെ ആ ഒരു സ്മൈലിംഗ് ഫേസ് അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവാണ്. ഒരു പെട്ടെന്ന് എന്തോ ഒരു ഹാപ്പിനെസ് ആണ്. പിന്നെ എല്ലാവരും പറയുന്നത് ഒരു 1 hour അത് പെട്ടെന്ന് അങ്ങ് കഴിയാറുണ്ട്. സജഷൻസ് ആയിട്ട് ഇപ്പൊ എനിക്കൊന്നുമില്ല. അൻസി പറഞ്ഞ പോലെ തന്നെയാണ്. ഒന്നും കൂടെ നമുക്ക് റിവൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ടീച്ചർ അതൊരു മടിയും കൂടാതെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സാമ്പിൾ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ അത് തരുന്നുണ്ട്. നമുക്ക് എന്ത് വേണോ അതെല്ലാം ചെയ്തു തരാൻ ടീച്ചർ തയ്യാറാണ്. അതുകൊണ്ട് സജഷൻസ് ആയിട്ടൊന്നുമില്ല. എനിക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് നല്ല ഇൻസ്പിറേഷൻ തോന്നും, മോട്ടിവേഷൻ ആണ്. ഓവറോൾ അടിപൊളിയാണ്. ഈ ഡെന്റ് എന്ന് ചോദിക്കട്ടെ, അതിന് പറയാനുണ്ടെങ്കിൽ പറയൂ. Okay. Good afternoon all. My opinion of the English class is very interesting, but I know I attended the class 2 or 3. I am teaching for a school, so miss all classes. But record class is record class okay. ഇപ്പോൾ ടീച്ചർ അതായത് ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തിട്ട് ഓരോരുത്തരിനോടും ചോദിക്കുമ്പോൾ അവര് പറയുന്നത് കൂടെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ സ്കൂളിൽ ഒരു 3-4 മാസം ആയിട്ടുള്ളൂ. അപ്പൊ കുട്ടികളോട് ചെറിയ ചെറിയ ഇംഗ്ലീഷൊക്കെ എനിക്ക് പറ്റുന്നതൊക്കെ പറഞ്ഞ് ഡെയിലി പറയുന്നുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങള് അറിയും. പക്ഷെ ഗ്രാമർ ഒരുവിധം അറിയും മാം. പക്ഷെ അത് സ്പീക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അത് ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ലല്ലോ. അതിന്റെ കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് സംസാരിക്കുന്ന ഞാൻ പറഞ്ഞു കേട്ടോ. അത് പോകുന്ന ക്ലാസ്സിലൊക്കെ ഞാൻ പറയാം. എന്തായിരുന്നു പേര്? ശ്യാമയല്ലേ? ഷൈമ. ഓക്കെ, ഷൈമ. കഷ്ടമുണ്ടോ? കുഴപ്പമില്ല, ഞാൻ പേര് മാറ്റും. ഏതാണെങ്കിലും വിളി കേൾക്കാം. ഓക്കെ, പനിയാണ്. ഓക്കെ. അപ്പോ കഴിഞ്ഞോ? ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അതിനെ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, പക്ഷെ ഞാൻ നോട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയിപ്പിച്ചേട്ടോ. ഒട്ട തെറ്റാണെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ആലോചിച്ചോ നിങ്ങളത്? ഒട്ട തെറ്റെന്ന് പറയാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് മിസ്റ്റേക്സ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കി. കുറെ പേര് അല്ലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അത് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നു. വേറെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഞാൻ ഇതുവരെ ഈ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടേ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഞാൻ ഇതുവരെ ക്ലാസ് എടുത്തതില് ഇംഗ്ലീഷ് സംസാരിച്ച് ക്ലാസ് എടുത്തിട്ടേ ഇല്ല. പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നോട്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ? അപ്പൊ എന്താണ് ടീച്ചേഴ്സ് ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെനിക്ക് മാറ്റണം ഭയങ്കര ആഗ്രഹം. ആ ഒരു ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്താൽ മാത്രമാണ് സ്റ്റുഡൻസ് ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ എന്ന ഒരു തോട്ട് ലെവൽ ഉണ്ടല്ലോ, അതെനിക്ക് മാറ്റണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഇംഗ്ലീഷ് ക്ലാസ് എടുത്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്, ഒരുപാട് ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്, ഞാനത് കേട്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് ചെക്കില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം നിങ്ങൾക്കത്? നിങ്ങൾ ഏത് ക്ലാസ്സിൽ പോയിരുന്നോ, സ്പോക്കൺ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആയിക്കോട്ടെ, എവിടെ പോയിരുന്നാലും കുറെ ടീച്ചേഴ്സ് ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് ക്ലാസ് എടുക്കാം. പക്ഷെ സ്റ്റുഡൻസിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? അവർക്ക് ചാൻസ് കിട്ടണം അല്ലെ? ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, സംസാരിക്കാൻ പറ്റണം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമാണ് സ്റ്റുഡൻസിന്
ഇംപ്രൂവ്മെന്റ്സ് വരും. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ അത്? അത് മാത്രമാണോ? അത് മാത്രമല്ല, അവർക്ക് പറയാനുള്ള ധൈര്യം കൂടെ വേണം. ആ ഒരു കംഫർട്ടബിൾ നമുക്ക് ക്ലാസ്സിൽ ഉണ്ടാകണം. ആ ടീച്ചേഴ്സിനോടായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, അല്ലെ? നമ്മൾ കംഫർട്ട് ആയിരിക്കണം. നമുക്ക് എന്തും പറയാൻ പറ്റും എന്നൊരു കംഫർട്ട് സോൺ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ സംസാരിച്ചേ, ഇല്ലേ? തെറ്റാണെന്നോ അത് പെർഫെക്റ്റ് ആണെന്നോ മിസ്റ്റേക്സ് ഉണ്ടെന്നോ എല്ലാം നിങ്ങൾക്കറിയാം, എല്ലാം അറിയാം. പക്ഷെ നിങ്ങൾ സംസാരിച്ചു. വൈ? ആലോചിച്ചു, റീതിങ്കിങ് ഒരുപാട് മാറി. ആണോ? നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ ആ ഒപ്പീനിയനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ശ്രദ്ധിച്ചേട്ടോ. അത് കേൾക്കാൻ വേണ്ടിയല്ല ഞാനതൊന്നും പറയിപ്പിച്ചേ. നിങ്ങൾ എത്ര പേര് പറയുന്നുണ്ടെന്ന് എനിക്ക് അറിയണമായിരുന്നു. അത് എന്നെ കുറിച്ച് അറിയുമ്പോൾ ചിലപ്പോ കുറച്ച് പേരെങ്കിലും പറയുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് പറഞ്ഞു. അത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു. റീജു അടക്കം പറഞ്ഞു. ഇംഗ്ലീഷ് ഒട്ടും അറിയാതെ റീജു വരെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഞാന് ആകെ ആര് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിൽ പറയുന്നില്ലേ, അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ മതി ദുബായി പോയി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാലും. അതേപോലെ ഞാൻ 2 വേർഡ്സ് ആദ്യം പഠിച്ചു വെച്ചിന്. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ഹിന്ദി നെയ് മാലു. അതായത് ഹിന്ദിയിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോ ഹിന്ദി നെയ് മാലു എന്ന് പറയും. ഇംഗ്ലീഷിലെ സംസാരിക്കുമെങ്കിൽ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഈ 2 വാക്ക് ഞാൻ പഠിച്ചു വെച്ച്. ഇപ്പൊ എന്നാലും കുറെയെല്ലാം വേർഡ്സ് എല്ലാം അറിയാം, കുറച്ചെല്ലാം. അത് ഈ കുറച്ച് ഡെയിലി സയൻസ് എങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ട് കേട്ടോ. അത് സിലബസിൽ ഇല്ലാത്തതാണേ, നമ്മുടെ ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് എനിക്ക് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ അതിലേക്ക് പോകുന്നതായിരിക്കും. കുറച്ച് ഡെയിലി സയൻസ് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കണം. ഇപ്പൊ റേജ് പറഞ്ഞ ഐഡോണ്ട് ഇംഗ്ലീഷ് ആണ്, കുറച്ച് സെന്റൻസ് എങ്കിലും പഠിച്ചു വെച്ചാല് നമുക്ക് എവിടെയെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സമയം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ആ പോർഷനൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ കുറച്ച് പെട്ടെന്ന് തന്നെ തീർക്കേണ്ടി വരും. അങ്ങനെ കുഴപ്പമില്ല, അത് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ, അല്ലെ? സജഷൻസോ ഓരോ നെഗറ്റീവ്സോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷെ മിസ് നമ്മളെ പോലെ ഫുൾ ടൈം ഫ്രീ ആയിട്ടുള്ള ഒരാൾ മിസ്സാന്ന് ഇപ്പൊ മനസ്സിലാവുന്നത്. കാരണം ഏത് മിസ് ലീവാണെങ്കിലും ഈ മിസ്സാ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതെ, ആ ടൈമിൽ ഞാൻ ഫ്രീ ആയിരിക്കും. ഈ ടൈമിൽ ഞാൻ ഫ്രീ ആയിരുന്നു. ഇപ്പൊ ചുമ്മാ ഇരിക്കേണ്ടതായിരുന്നു ഫ്രീ ക്ലാസ്. ഇനിയിപ്പോ ഇനി ഫ്രീ ഇല്ല. 4 ക്ലാസ് ഉണ്ട് എനിക്ക്. ഞാനിങ്ങനെ ഇങ്ങോട്ടും കയറിക്കൊണ്ടേയിരിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ ടൈമിംഗ് എന്ന് പറയുമ്പോ 1 hour ആണ്. 10:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് 11:30, then 12:30. 12:30 to 1:30 ആണ് ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക്. Then again 1:30 to 3:30 വരെയും 2 ക്ലാസ്സസ് ചെയ്തിട്ടുണ്ടാവും. സോ ഇന്ന് ഞാൻ ഫുൾ എൻഗേജ്ഡ് ആണ്. എനിക്ക് ടൈമേ ഇല്ല. ക്ലാസ് കയറാം, ക്ലാസ് എടുക്കാം. ഇംഗ്ലീഷ് ആയത് കുഴപ്പമില്ല. അത് നല്ല എപ്പോഴും ബിസി ആയിരിക്കുന്നത്. എപ്പോഴും ബിസി, കുഴപ്പമില്ല. എന്നാലും നമ്മളെ ക്ലാസ് ഒക്കെ വന്നിങ്ങനെ സംസാരിക്കുകയും പക്ഷെ ടയർഡൊന്നുമില്ല. ഇങ്ങനെ ചുമ്മാ സംസാരിക്കുകയാണല്ലോ, അതാണ് എന്റെ പണി. അതുകൊണ്ടല്ലേ കുഴപ്പമില്ല. ഓക്കെ, പിന്നെന്താ വേറെ എന്തെങ്കിലും പറയാൻ? ഞാൻ ക്ലാസ് എടുക്കാതിരുന്ന കേട്ടോ, മനഃപൂർവ്വം എടുക്കാതിരുന്ന. നിങ്ങൾ കുറെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ ടൈമില്ലായിരുന്നു. സോ ഒന്ന് ഒരു റിലാക്സേഷൻ ആർക്കും വേണ്ടേ, അല്ലെ? ഇനി ഒരിക്കൽ എന്തായാലും ക്ലാസ് ഉണ്ടല്ലോ. ഇനി നമുക്ക് മാം ഒരു കാര്യം, നമ്മളിപ്പോ ചില മിക്ക സ്കൂളിലും ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ മസ്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് അല്ലേ? സ്കൂളിന്റെ റൂൾ അനുസരിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇപ്പൊ കുട്ടികളായാലും ഇംഗ്ലീഷിൽ തന്നെ they should speak only in English അങ്ങനെ പറയാറുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതില് ഇപ്പോ ഞാൻ പറയാം, ഇപ്പോ CBSE സ്കൂളിലൊക്കെ കുറച്ചുകൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇംഗ്ലീഷ് മാത്രം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല, ശരി, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്താ, അപ്പോ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പിള്ളേർക്ക് അറിയാൻ പാടില്ലല്ലോ ടീച്ചറിന് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല. നമുക്കില്ല അറിയോ നമ്മുടെ ബുദ്ധിമുട്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മളെ ക്ലാസ്സിൽ സംസാരിക്കാൻ എന്തൊക്കെയാ നമ്മൾ ക്ലാസ്സിൽ പൊതുവെ ക്ലാസ്സിൽ കയറുമ്പോൾ മുതൽ നമ്മൾ എന്തൊക്കെയാ പറയാ, കുട്ടികളോട് എന്തൊക്കെയാ ഷെയർ ചെയ്യാ, ഇതെല്ലാ സെന്റൻസും പഠിച്ചു വെക്കാം. ഓക്കെ,
അതെന്തായാലും മാം പറഞ്ഞ് നമുക്ക് തന്നേ പറ്റത്തുള്ളൂ. കാരണം ഒരു ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം വേണ്ട ഇംഗ്ലീഷ് മീൻസ് അത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാലേ പറ്റുള്ളൂ. അത് മാം എന്തായാലും ഞങ്ങളൊന്ന് പഠിപ്പിക്കണം. അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിൽ കയറുമ്പോ എന്താ പറയാ, കുട്ടികളോട് എന്തൊക്കെയാ പറയണ്ടേ. സോ ഇതെല്ലാവരും എന്റെ ട്രിക്കാണ്. അതൊക്കെ പഠിച്ചു വെച്ചിട്ട് പോവാണെങ്കിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ആവും. ഓക്കെ, അതെന്തായാലും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഡേ ടു ലൈഫിൽ കുറച്ച് ആവശ്യമായ കുറച്ച് സെന്റൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഫെമിലിയർ ആയിട്ട് തോന്നാമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. എല്ലാം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ആണ് ഇപ്പോ എന്താണ്, എന്തൊരു കാര്യം നമ്മൾ ചെയ്താണ് അത് പെർഫെക്റ്റ് ആകും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് പ്രൊണൗൺസിയേഷൻ ആയിക്കോട്ടെ, എപ്പോഴും പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കുകയോ ഇത്രയും സിമ്പിൾ ആണ്. അത് കോൺടെക്സ്റ്റ് ഞാൻ തന്നെ എടുക്കുന്നുണ്ട് ക്ലാസ്സിൽ. കോൺടെക്സ്റ്റ് എങ്ങനെ വന്നൊരു 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അവിടെ സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും മീറ്റി. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. അതിന് ക്ലാസ്സിലൂടെ പറയുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നതാണ്. അത് ഇപ്പോഴല്ല കേട്ടോ, ലാസ്റ്റ് ആണ്. നമ്മുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ വെക്കാം. പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതായത് നമ്മളിപ്പോ എല്ലാം പഠിച്ച തിയറീസ് ആണെങ്കിലും അടുത്ത് പ്രാക്ടിക്കൽ ആണ്. പക്ഷെ ഓൺലൈൻ ആയിട്ട് അത്രയും പോസിബിൾ ആണെന്ന് വെച്ചാല് കുറച്ച് ഡിഫിക്കൽറ്റി ആണ്. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കും കോൺടെക്സ്റ്റ് എന്താണ്, പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. നിങ്ങൾ ഇപ്പോ മുതൽ ചെയ്യേണ്ട ഒരു കാര്യം, ഏതൊരു വേർഡ്സും ഇംഗ്ലീഷിലെ ഏതൊരു വേർഡ്സും നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സ് ഉണ്ടല്ലോ ഇംഗ്ലീഷില്, അല്ലെ? ആ എല്ലാ വേർഡ്സിന്റെയും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ, കറക്റ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലൊരു ചെക്ക് ചെയ്യും. അല്ല, കറക്റ്റ് അല്ല മാം. കഴിഞ്ഞ ദിവസം ഒരു ഞാൻ സാധാരണ നമ്മള് സലാഡ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു KG പഠിക്കുന്ന കുട്ടി എന്നോട് പറയാ, നോട്ട് സാലാഡ് ആന്റി, ഇറ്റ് ഇസ് സാലഡ്. ആ കുട്ടി നമ്മള് ഇത് ചെയ്യാൻ മീൻസ് അത്രയ്ക്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. നമ്മള് പണ്ട് യൂസ് ചെയ്തിരുന്ന ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ പോലെയല്ല ഇംഗ്ലീഷ് വാക്കുകൾ അവർ പ്രൊണൗൺസ് ചെയ്യുന്നത്. ആക്സെന്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. പിന്നെ കുക്കുംബർ എന്ന് പറഞ്ഞാൽ കുക്കുംബർ എന്നല്ല പറയുന്നത്, ക്യുക്കുംബർ. അതെ, അങ്ങനെ കുറെ ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തിട്ടെല്ലാം പ്രൊണൗൺസിയേഷൻ ഭയങ്കര മിസ്റ്റേക്ക് ആണ്. അത് നമ്മള് ഒരു ടീച്ചർ ആകുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. കേൾക്കുന്നവർ ശരിക്കുമെങ്കിലും അത് മൈൻഡ് ചെയ്യണ്ട. കാരണം അതിന്റെ എക്സാക്ട്ലി പ്രൊണൗൺസിയേഷൻ അതാണ്. കേൾക്കുന്നവർ ശരിക്കും അത് വേറെ കാര്യം. ക്യുക്കുംബർ എന്ന് പറയുമ്പോൾ കുക്കുംബർ അല്ല, ഇറ്റ്സ് നോട്ട് കുക്കുംബർ, ഇറ്റ്സ് എ ക്യുക്കുംബർ. അതുപോലെ ഒരുപാടുണ്ട് പറയാൻ. അങ്ങനെ ഒരുപാടുണ്ട്. ഓരോ ലെറ്റേഴ്സിന് പ്രൊണൗൺസിയേഷൻ ഉണ്ടെന്നേ. അതാണ് കോൺടെക്സ്റ്റ്. ഒരു ലെറ്റേഴ്സിന് ഞാൻ ഇവിടെ നിങ്ങൾക്കിപ്പോ ഇംഗ്ലീഷ് ഞാൻ എടുക്കുന്നുണ്ട്, യുടിയിൽ ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്, HL ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. പക്ഷെ ചില ബാച്ചിൽ ഞാൻ HL മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൽ ഞാൻ സബ്ജക്ട് എടുക്കുന്നുണ്ട്. അപ്പോ കുട്ടികൾ ആദ്യം പറയുന്നത് സബ്ജക്ട് മീൻസ് ഇംഗ്ലീഷ് അല്ലാതെ ഒരു ബേസിക് സബ്ജക്ട് ഉണ്ടല്ലോ, അത് എടുക്കുന്നുണ്ട്. അപ്പോ പൊതുവെ നമ്മള് അത് നിങ്ങൾക്ക് സബ്ജക്ട് ഉണ്ടല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ്. അത് ജസ്റ്റ് എല്ലാ ടീച്ചേഴ്സ് എങ്ങനെ ചെയ്യാം, വായിക്കുന്നു, അത് അവർക്ക് എന്താണോ മനസ്സിലായത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. അങ്ങനെ തന്നെയാണ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിത് ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ വായിക്കും കേട്ടോ. വായിക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പീഡ് വരും. അപ്പോ ഇവര് പറയുന്നുണ്ട് സ്പീഡ് ഉണ്ട്, സ്പീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സ്റ്റുഡന്റ് ബാച്ചില് എന്റെ വേറെ ഏതൊരു ക്ലാസ് കണ്ടു. അപ്പൊ ഞാൻ അത് കുട്ടിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് ടീച്ചറും കൂടിയാണെന്ന് മനസ്സിലായപ്പോ അവര് പറയണം, മിസ് വെറുതെ അല്ലാട്ടോ സ്പീഡ്, മിസ് ഇംഗ്ലീഷ് ടീച്ചറാണ്, അതുകൊണ്ടായിരിക്കും മിസ് ഇത്രയും രീതിയിൽ ഇങ്ങനെ വായിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോടും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന രീതിക്ക് വ്യത്യാസം കേട്ടോ. അതും നിങ്ങൾ നോട്ട് ചെയ്യാം. നിങ്ങളുടെ സബ്ജക്ട് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് വായിക്കുന്ന രീതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ആ റീഡിങ്ങിൽ ഞാൻ അത് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ഞാൻ അത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് വായിക്കാം. റീഡിങ് സ്കില്ലും കൂടെ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ റൈറ്റിംഗ് സ്കിൽ ഓക്കെ ആണെങ്കിൽ, റൈറ്റിംഗ് സ്കിൽ വേണമെങ്കിൽ നമ്മളത് പഠിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ റീഡിങ് അങ്ങനല്ല. റീഡിങ് നമുക്ക് വായിക്കാൻ അറിയാം, പക്ഷെ വായിക്കേണ്ട രീതിക്ക് വായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? ഓരോന്നും ക്രിസ്റ്റോപ്പർ ക്രിസ്റ്റോപ്പ് പറയണം. അതുപോലെ തന്നെ കോമയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയണം. പിന്നെ വായിക്കേണ്ട രീതികൾ, ഓരോ ലെറ്റേഴ്സിന്റെയും പ്രൊണൗൺസിയേഷൻ ആ രീതിയിൽ തന്നെ വായിച്ച് നോക്കുകയും വേണം. ഓക്കെ, എല്ലാവരും എ എന്ന് പറയാണ്, പക്ഷെ നോട്ട് എ, ഇത് എ.
ഒരുപാടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിനെ കുറിച്ച് പഠിക്കാണെങ്കിൽ ഒരുപാടുണ്ട്. പഠിക്കാം, പതുക്കി പഠിക്കാം. ഓക്കെ, അല്ല അപ്പൊ വായിക്കാനായിട്ടില്ല അങ്ങനെ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ പാരഗ്രാഫ് കുറവാണ്. ഫുള്ള് ഗ്രാമർ അല്ലേ? ഇത് ഈ ഒരു പാരഗ്രാഫ് നോക്കിക്കോണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കുകയാണേ, ശ്രദ്ധിച്ചിരിക്കും. എന്തെങ്കിലും ചേഞ്ചസ് തോന്നുന്നുണ്ടോ നോക്കണേ. It's rather that teachers give too much homework to students in the lower classes. It's rather that teachers give too much homework to students in the lower classes. The students should be treated as students only. They shouldn't be considered as beasts of burden. They are in the growing age of their lives. If too much pressure is put on them, they may not bloom at all. They must have some time to play and enjoy their childhood. എന്തെങ്കിലും തോന്നിയോ? ഞാൻ വായിക്കുമ്പോ നിങ്ങൾക്ക് മീനിങ് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇല്ല മാം, ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മള് വായിക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് ചിലപ്പോ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും മിസ്, എന്തോ നമ്മള് വായിക്കുന്ന രീതി വെച്ച് ചിലപ്പോ നമുക്ക് ഇതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് വേണ്ടത് ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണം, റീഡിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണം, പറയുന്ന എല്ലാ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം. ഇപ്പൊ ഞാൻ വായിക്കുമ്പോ നമ്മള് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം. It's rather that teachers give too much homework to students in the lower class. ഇങ്ങനെയും വായിക്കാം. പക്ഷേ വായിക്കുന്ന രീതി നോക്കിയേ. It's rather that teachers give too much homework to students in the lower class. ഇങ്ങനെ വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുക? അതിന്റെ മീനിങ് നമുക്ക് ക്ലിയർ ആണ്. ടീച്ചേഴ്സ് ഒരുപാട് ഹോംവർക്ക് സ്റ്റുഡൻസിന് കൊടുത്തു. ഏത് ക്ലാസ്സില്? ഇൻ ദ ലോവർ ക്ലാസ്സസ്. മനസ്സിലായോ? ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അത് വായിക്കുന്ന രീതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ തന്നെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കും മാക്സിമം. അതും പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, rather അല്ല, ഇത് rather എന്ന് പറയുന്നത് rather. It's rather that teachers give too much homework to students in the lower classes. Okay, പ്രാക്ടീസ് സെഷൻ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റേഴ്സ് എടുത്ത് പോകാം, വേറൊരു ക്ലാസ്സിൽ അല്ലാതെ പ്രാക്ടീസ് സെഷനും അല്ലെങ്കിൽ കുറച്ച് നോട്ട്സും അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അതായിരിക്കും കുറച്ച് എളുപ്പം. അങ്ങനെയാണെങ്കിൽ രണ്ടും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോ എന്താണ് എന്നെ കുറിച്ച് ഞാൻ ഒരുപാട് ഒപ്പീനിയൻ പറഞ്ഞത്. താങ്ക് യു. എനിക്ക് കേട്ടതിൽ സന്തോഷമുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ കൂടിയാണ് ഞാനത് ചോദിച്ചേക്കാം. അപ്പോ ഇമ്പ്രൂവ് ചെയ്യാനൊന്നും ഇല്ലാന്നാ പറയുന്നത്, പക്ഷെ എനിക്ക് കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയായിട്ടല്ല, എന്നാലും കുറച്ചൊക്കെ സെറ്റാണ്ടേ. ഓക്കെ, അപ്പൊ ക്ലാസ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞാനും അതെ കേട്ടോ, നിങ്ങൾ മാത്രമല്ല ഞാനും അതെ. ഈ 1 hour പോകുന്നത് അറിയത്തില്ല. നിങ്ങളുടെ ബാച്ചിന്റെയും കൂടെ ആണ് കേട്ടോ, എല്ലാ സ്റ്റുഡൻസിന്റെയും കൂടെ ആണ്. കാരണം എല്ലാ ക്ലാസ്സും ഇങ്ങനെ ആവണമെന്നില്ല. സ്റ്റുഡൻസും നമ്മളോട് എത്രയും ഫ്രണ്ട്ലി ആവുന്നു അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സും. അപ്പോ നിങ്ങൾ ടീച്ചറായി പോകുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സ്റ്റുഡൻസ് നമ്മൾ ആദ്യം കംഫർട്ടബിൾ ആക്കാം, ദെൻ അവര് ഒരു ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ആ റിലേഷൻ ഇല്ലാതെ ഫ്രണ്ട്ലി റിലേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലെ, ഇപ്പൊ നമ്മളിലുള്ള പോലെ. ഓക്കെ, അപ്പോ താങ്ക് യു your valuable opinion and feedback. Okay, hope you all enjoyed the sectional session. Yeah, section where ta. Okay, so thank you all. See you on the next class. Okay, bye to all. Thank you, Miss. Bye. Okay, ma'am. Thank you, ma'am.